നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് റൂൾസ് ഓഫ് ഡിഫറൻസിയേഷൻ ആയിരുന്നു. അതിൽ അവസാനം പറഞ്ഞത് പ്രൊഡക്റ്റ് റൂളായിരുന്നു. അപ്പോൾ ഇനി ഇതിന് അനലോഗസ് ആയിട്ട് നമുക്കൊരു കോഷ്യൻ റൂൾ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കോഷ്യൻ റൂൾ നോക്കാം. സോ ദ കോഷ്യൻ റൂൾ ഓഫ് ഡിഫറൻസിയേഷൻ. കോഷ്യൻ റൂൾ പറയുന്നത് ദ ഡെറിവേറ്റീവ് ഓഫ് എ കോഷ്യനെ കുറിച്ചാണ്. ഡെറിവേറ്റീവ് ഓഫ് എ കോഷ്യൻ്റ് ഓഫ് ടു ഫംഗ്ഷൻസിനെ കുറിച്ചാണ്. സോ ലെറ്റ് യു ആൻഡ് വി ആർ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് ഓഫ് എക്സ്. സോ നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്, യു ആൻഡ് വി, വിച്ച് ആർ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് ഓഫ് എക്സ്. Suppose v or otherwise then their quotient u by v is differentiable wherever v of x is non-zero. നമുക്ക് ഇവിടെ നമ്മൾ എപ്പോഴൊക്കെ ഒരു കോഷ്യൻ്റ് എഴുതുന്നോ അപ്പോഴൊക്കെ അതിൻ്റെ ഡിനോമിനേറ്റർ നോൺ സീറോ ആണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. സോ ഇവിടെ നമ്മൾ പറയുന്നത് യു ബൈ വി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് എവിടെ, വെനെവർ വി ഓഫ് എക്സ് ഈസ് നോൺ സീറോ. ആൻഡ് അങ്ങനെയുള്ള സ്ഥലത്ത് വി ഓഫ് എക്സ് നോൺ സീറോ ആയിട്ടുള്ള സ്ഥലത്ത് യു ബൈ വി ഓൾ ഡാഷ് ഓഫ് എക്സ് ക്യാൻ ബി ഫൗണ്ട് ആസ് യു ഡാഷ് ഓഫ് എക്സ് വി ഓഫ് എക്സ് മൈനസ് വി ഡാഷ് ഓഫ് എക്സ് യു ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ വി ഓഫ് എക്സ് whole squared. Okay, this is slightly different from the product rule. U by v all dash of x equal to u dash of x into v of x minus v dash of x into u of x by v of x whole square. പ്രൊഡക്റ്റ് റൂളിനേക്കാൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സെറ്റിൽ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് ഇൻവോൾവ് ആയതുകൊണ്ട്, ഒരു മൈനസ് അല്ലെങ്കിൽ ഒരു സബ്സ്ട്രാക്ഷൻ ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ ദിസ് ഓർഡർ മാറ്റേഴ്സ്. പ്രൊഡക്റ്റ് റൂളിലും ഇതുപോലെ രണ്ട് ടേംസ് ഉണ്ടായിരുന്നു, യു ഇൻറ്റു വി ഡാഷ് പ്ലസ് വി ഇൻറ്റു യു ഡാഷ്. അത് നമ്മളിപ്പോൾ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് ഓർഡർ മാറ്റി ആദ്യ രീതി രണ്ടാമത് രീതി കൊണ്ടൊന്നും കുഴപ്പം വരാനില്ല. പക്ഷേ ഇവിടെ യു ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു വി ഓഫ് എക്സ് മൈനസ് വി ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു യു ഓഫ് എക്സ് തന്നെയാണ്. അത് തിരിച്ചിട്ട് വി ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു യു ഓഫ് എക്സ് മൈനസ് യു ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു വി ഓഫ് എക്സ് എഴുതാൻ പറ്റില്ല, ഈ നെഗറ്റീവ് ഉള്ളതുകൊണ്ട്. ഓക്കെ, സോ ഈ ഓർഡർ എന്ത് ചെയ്യുക, കോഷ്യൻ റൂളിൽ ഓർഡർ നന്നായിട്ട് ശ്രദ്ധിക്കുക, അത് നോട്ട് ചെയ്യുക. Order is important. Okay, so v of x non-zero എന്ന് assume ചെയ്തിട്ടുള്ളത് കൊണ്ട്, v of x non-zero എന്ന് assume ചെയ്തിട്ടുള്ളത് കൊണ്ട് v of x whole square non-zero ആണ്. So this expression makes sense. ഇതൊരു മീനിങ് എക്സ്പ്രഷൻ ആണ്. ഇത് നമുക്ക് എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. നമുക്ക് പ്രൂഫ് നോക്കാം. Let f of x equal to u of x u by v, or which is defined as u of x by v of x. Okay, അപ്പോൾ നമുക്കിനി കാണേണ്ടത് എന്താ, u by v ഓൾ ഡാഷ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടാൽ മതി. എഫ് ഡാഷ് ഓഫ് എക്സ് എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടിരുന്നത് ഇത്രയും കാലം, അതേ ടെക്നിക്ക് തന്നെ ഇവിടെ ഉപയോഗിക്കാം. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ഡെൽറ്റ എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ലിമിറ്റ് കാണേണ്ട ക്വാണ്ടിറ്റി എന്താണെന്നുള്ളത് ആദ്യം നോക്കാം. നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ഡെൽറ്റ എക്സ്, ഇതെന്താണെന്ന് നോക്കാം. എഫ് ഓഫ് എക്സ് എന്താ, യു ഓഫ് എക്സ് ബൈ വി ഓഫ് എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്തായിരിക്കും, യു ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ബൈ വി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് minus f of x is u of x minus v of x whole divided by delta x. ഇത് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. സിംപ്ലിഫൈ അല്ല, ഒന്ന് ഓപ്പറേറ്റ് ചെയ്തിട്ട് എഴുതാം. We can use the technique of cross multiplication here. So this is u of x plus delta x into v of x. This is multiplied with this minus v of x plus delta x into u of x, right, divided by v of x plus delta x into v of x. v of x plus delta x into
v of x whole divided by delta x. Okay. ഇതിൽ ചെറിയൊരു ഒന്ന് രണ്ട് റീഅറേഞ്ച്മെൻറ്റ്സ് വരുത്താൻ പോവുകയാണ്. നമ്മൾ പ്രൊഡക്റ്റ് റൂൾ ചെയ്തതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ടേം ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ആ ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്ന ടേം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സബ്സ്ട്രാക്ട് ചെയ്യാം. സബ്സ്ട്രാക്ട് ആൻഡ് ആഡ് u of x into v of x. u of x into v of x എന്ന് പറയുന്നൊരു ടേം സബ്സ്ട്രാക്ട് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പം പ്രത്യേകിച്ച് വാല്യൂവിൽ മാറ്റമൊന്നും വരില്ല. സോ അപ്പോൾ എന്താ സംഭവിക്കുക നോക്കാം നമുക്ക്. ഇറ്റ്സ് ഈക്വൽ ടു u of x plus delta x into v of x minus u of x into v of x plus u of x into v of x minus u of x into v of x plus delta x or v of x plus delta x into u of x divided by, നമുക്ക് എന്താ ഇവിടെ ഡിനോമിനേറ്ററിൽ ഉണ്ടായിരുന്നത്, v of x plus delta x into v of x by delta x ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ഇവിടെ തന്നെ എഴുതാം v of x plus delta x into v of x into delta x എന്ന് എഴുതാം അല്ലേ. So that's equal to delta x into v of x plus delta x into v of x. Okay. ഇനി മുമ്പ് ചെയ്ത പോലെ തന്നെ കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ പുറത്തെടുക്കാൻ എന്നുള്ളത് നോക്കാം. ഈ രണ്ട് ടേംസിലും കൂടെ ആയിട്ട് നമുക്ക് എന്തുണ്ട്, ഒരു v of x കോമൺ ഉണ്ട്. ഈ രണ്ട് ടേംസിലും കൂടെ ആയിട്ട് എന്തുണ്ട്, ഒരു u of x കോമൺ ഉണ്ട്. നമുക്കതങ്ങ് പുറത്തെടുത്ത് നോക്കാം ആദ്യം. So it's equal to v of x into u of x plus delta x minus u of x plus v of x into v of x അല്ല, ഇവിടെ u of x ആണല്ലേ പുറത്തെടുക്കുക. നമ്മൾ ഇവിടുന്ന് v of x എടുത്തില്ല, അപ്പോൾ ഇവിടുന്ന് u of x പുറത്തെടുക്കുക. u of x into v of x minus v of x plus delta x. Okay. Divided by delta x into v of x plus delta x into v of x. Okay. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡെൽറ്റ എക്സ് ഇത് ഈ പറഞ്ഞ ഡെൽറ്റ എക്സും വി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സും വി ഓഫ് എക്സ് ഒക്കെ ഈ പറഞ്ഞ എല്ലാ ടേംസിനും ബാധകമാണ്. തൽക്കാലം ഞാൻ ഈ ഡെൽറ്റ എക്സിനെ മാത്രം മുകളിലേക്ക് കണ്ട് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യാൻ കൊടുക്കുന്നു. സോ വിച്ച് വിൽ ബി വി ഓഫ് എക്സ് ഇൻറ്റു യു ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് യു ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഞാനിവിടെ ഈ പ്ലസ്സിന് പകരം ഞാൻ ഇവിടെ മൈനസ് എഴുതുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ടോട്ടൽ ഒരു മൈനസ് കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ബേസിക്കലി നമുക്ക് വി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് വി ഓഫ് എക്സ് എന്നുള്ളതായിരുന്നു വരേണ്ടിരുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഓർഡർ ഒന്ന് മാറിപ്പോയി എഴുതിയപ്പോൾ. സോ ഡസൻ മാറ്റർ, ഇവിടെ റീപ്ലേസ് ചെയ്താൽ മതി, ആണ്ടും കിട്ടും. ഇൻറ്റു മൈനസ് യു ഓഫ് എക്സ് ഇൻറ്റു വി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ നെഗറ്റീവ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഓർഡർ ഒന്ന് മാറ്റുന്നു. വി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് വി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ, ഇവിടെ എന്താ ഉണ്ടായിരുന്നത്, ബാക്കി എന്താ ഉള്ളത്, ഡെൽറ്റ എക്സ് മുകളിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് തീർത്തു. ബാക്കിയുള്ളത് വി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഇൻറ്റു വി ഓഫ് എക്സ്. റൈറ്റ്. ഇവിടെ നമ്മളൊരു അസംഷൻ ഉണ്ടായിരുന്നു, അത് കൂടെ പറയണം, നിർബന്ധമാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഈ ഡിനോമിനേറ്റർ നോൺ സീറോ എന്ന് നമുക്ക് ഉറപ്പിക്കണ്ടേ. സോ വി ഓഫ് എക്സ് നോൺ സീറോ എന്നിട്ട് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. നമ്മൾ മുമ്പ് ഒരു തിയറം പഠിച്ചിട്ടുണ്ട്, ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അത് കണ്ടിന്യൂസും ആണെന്ന്. അപ്പോൾ ഈ വി എന്നുള്ള ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ വി കണ്ടിന്യൂസും ആണ്. അങ്ങനെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ വി ഓഫ് എക്സ് നോൺ സീറോ ആണെങ്കിൽ നമുക്കൊരു തിയറം പറയുന്നുണ്ട്, വി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സും എന്തായിരിക്കും, നോൺ സീറോ ആയിരിക്കും ഫോർ വെരി സ്മോൾ ഡെൽറ്റ എക്സ്. ഓക്കെ. അതുകൊണ്ട് തന്നെ വി ഓഫ് എക്സും നോൺ സീറോ ആണ്, വി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സും നോൺ സീറോ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് വി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഇൻറ്റു വി ഓഫ് എക്സും എന്താണ്, നോൺ സീറോ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഡിനോമിനേറ്റർ നോൺ സീറോ ആണ്. സോ ദിസ് ഈസ് എ മീനിങ് ഫുൾ എക്സ്പ്രഷൻ.
ഓക്കെ, നമ്മളെപ്പോഴും ഡിനോമിനേറ്റേഴ്സ് എഴുതുമ്പം അത് ഉറപ്പ് വരുത്തണം. ഓരോ സ്റ്റെപ്പിലും നമ്മൾ ഒരു കാരണവശാലും ഒരു സീറോ ഡിനോമിനേറ്റർ എഴുതുന്നില്ല എന്നുള്ളത് അഷ്യൂർ ചെയ്യണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ്സ് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. നമ്മൾ മുമ്പ് പഠിച്ച ലിമിറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. സോ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ഡെൽറ്റ എക്സ് ഇപ്പം എന്തായി മാറിയിട്ടുണ്ട്? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. ഇവിടെ എന്താ ഉള്ളത്? വി ഓഫ് എക്സ് ഇൻറ്റു യു ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് യു ഓഫ് എക്സ് divided by delta x minus u of x into v of x plus delta x minus v of x divided by delta x all divided by v of x plus delta x into v of x. ഇനി നമുക്ക് ലിമിറ്റിന് നമ്മൾ ഇതുവരെ പഠിച്ച പ്രോപ്പർട്ടീസ് എല്ലാം അപ്ലൈ ചെയ്യാം. ലിമിറ്റ് ഇതിനെല്ലാത്തിനും ബാധകമാണ് കേട്ടോ. ഈ ലിമിറ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഉള്ളോട്ട് കൊണ്ടുപോകാം. ഇപ്പോൾ ഇവിടെ രണ്ട് ഫംഗ്ഷൻസിൻ്റെ പ്രൊഡക്റ്റാണ്. സോ ഇൻഡിവിജ്വൽ ലിമിറ്റ്സിൻ്റെ പ്രൊഡക്ട്സ് ആയിട്ട് കണ്ടാൽ മതി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഡെൽറ്റ എക്സ് 0ലേക്ക് പോയാലും വി ഓഫ് എക്സിന് മാറ്റമൊന്നും വരുന്നില്ല. കാരണം എന്താ? വി ഓഫ് എക്സ് ഇസ് നോട്ട് ഡിപ്പെൻഡിങ് ഓൺ ഡെൽറ്റ എക്സ്. വി ഓഫ് എക്സേ ഉള്ളൂ. ഇവിടെ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഒന്നുമില്ല. അത് ഡെൽറ്റ എക്സിന് ഒരു തരത്തിലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഡെൽറ്റ എക്സ് എങ്ങോട്ട് പോയാലും വി ഓഫ് എക്സ് എന്ത് ചെയ്യും? വി ഓഫ് എക്സ് ആയി തന്നെ നിലനിൽക്കും. സോ വി ഓഫ് എക്സ് ആക്സ് എ കോൺസ്റ്റന്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട്. അതുപോലെ തന്നെ യു ഓഫ് എക്സും നമുക്ക് എന്താവുന്ന ഒന്ന് ഡിഫറൻറ്റ് ചെയ്ത് നോക്കാം. It will be v of x into limit delta x goes to 0 u of x plus delta x minus u of x divided by delta x minus u of x into limit delta x tends to 0 v of x plus delta x minus v of x divided by delta x whole divided by limit delta x goes to 0 v of x plus delta x into v of x. ഓക്കെ, ഇനി നമുക്ക് ഓരോന്ന് എന്താ വരുന്നത് നോക്കാം. വി ഓഫ് എക്സ് അതുപോലെ തന്നെ വരുന്നു. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 യു ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് യു ഓഫ് എക്സ് ബൈ ഡെൽറ്റ എക്സ് എന്താ? നത്തിങ് ബട്ട് യു ഡാഷ് ഓഫ് എക്സ്, റൈറ്റ്, minus u of x into limit delta x tends to 0 v of x plus delta x minus v of x by delta x is nothing but v dash of x divided by ഇവിടെ നോക്കൂ, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എന്ന് പറയുമ്പോൾ വി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എങ്ങോട്ട് പോകും? വി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സിൽ ഡെൽറ്റ എക്സ് 0ലേക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എക്സിലേക്ക് പോകുന്നു. സോ വി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വിൽ ബി ടെൻഡിങ് ടു വി ഓഫ് എക്സ് ഇഫ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. സോ ദിസ് വിൽ ബി വി ഓഫ് എക്സ് into v of x or v of x squared, right? This was actually the formula we wanted to arrive. തന്നെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിരുന്നത്. നോക്കൂ, v of x into u dash of x minus u of x into v dash of x divided by v of x whole square. എന്ന് വെച്ച് കഴിഞ്ഞാൽ the derivative of the quotient of two functions can be calculated as derivative of first function into second function minus derivative of second function into first function divided by the square of second function. ഓക്കെ, ഇവിടെ ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ളത് എന്താണ്? ഒരു നിർബന്ധമായും പാലിച്ചിരിക്കേണ്ട ഒരു ഓർഡറാണ്. അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്താൻ പറ്റില്ല. ഈ അലോങ് വിത്ത് ക്വോഷ്യൻ റൂൾ പറയേണ്ട ഒരു ക്വോഷ്യൻ റൂളിൻ്റെ തന്നെ ഭാഗമായിട്ട് വേണമെങ്കിൽ എക്സ്പ്രസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് റെസിപ്രോക്കൽ റൂൾ. റെസിപ്രോക്കൽ റൂൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ക്വോഷ്യൻ റൂൾ ഉപയോഗിക്കാം. ഇഫ് ജി ഈസ് എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് എക്സ്, ഇഫ് ജി ഈസ് എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് എക്സ്, ജി ഈസ് ഡിഫറൻഷ്യബിൾ, then 1 by g of x, which is the reciprocal of g of x, is differentiable whenever g of x is non-zero. If g of x is differentiable
then 1 by g of x is differentiable whenever g of x is non-zero. And in such a case, d by dx of 1 by g of x or 1 by g whole dash of x can be calculated as minus g dash of x by g of x whole square. So this is how we calculate the derivative of a reciprocal of a function. 1 by g whole dash of x equal to minus g dash of x by g of x whole squared. അപ്പോൾ ഇതൊന്ന് പ്രൂവ് ചെയ്യണം. പ്രൂഫ് ഇത് നമുക്ക് സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാം യൂസിങ് ദ കോഷ്യൻ റൂൾ. നമുക്ക് കോഷ്യൻ റൂൾ എന്തായിരുന്നു? യു ബൈ വി ഉണ്ടായിരുന്നു അല്ലേ? യുവും വിയും രണ്ട് ഫങ്ഷൻസ്. അപ്പോൾ യു ബൈ വിയുടെ ഡെറിവേറ്റീവ് കാണാനുള്ള ഫോർമുല നമുക്കറിയാം. വിച്ച് വാസ് u dash into v of x minus u of x into v dash of x divided by v of x whole square. Okay, ഈ ഓർഡർ മാറരുത്, ശ്രദ്ധിക്കണം. Now let നമ്മളൊരു സ്പെഷ്യൽ കേസ് ആയിട്ട് u of xനെ ആസ് ദ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ 1 ആയിട്ട് എടുക്കുന്നു, v of xനെ g of x ആയിട്ടും എടുക്കുന്നു. ഓക്കെ, യു ഓഫ് എക്സിനെ 1 ആയിട്ട് എടുക്കുന്നു, വി ഓഫ് എക്സിന് ജി ഓഫ് എക്സ് ആയിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ യു ഡാഷ് എക്സ് എന്താ? യു ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0, കാരണം ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഈസ് 0. ഇവിടെ എന്താ? വി ഡാഷ് ഓഫ് എക്സ് എന്താ വരിക? വി ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് എക്സ് തന്നെ വരും, കാരണം വി ഓഫ് എക്സ് ജി ഓഫ് എക്സ് ആണല്ലോ. അപ്പം വി ഡാഷ് ഓഫ് എക്സ് എന്താവണം? ജി ഡാഷ് ഓഫ് എക്സ് ആവണം. ഈ കാര്യങ്ങളെല്ലാം ഈ ഫോർമുലയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. എന്ത് കിട്ടും? യു ബൈ വി അപ്പം എന്തായി മാറും? ഇത് യു ബൈ വി അല്ല, യു ബൈ വിയുടെ ഡെറിവേറ്റീവ് ആണല്ലോ. സോ യു ബൈ വി എന്താവും? യു വണ്ണും വി ജിയും ആണ്. അപ്പം യു ബൈ വി 1 ബൈ ജി ആയി മാറും. 1 ബൈ ജി എക്സ് 1 ബൈ ജി ഹോൾ ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു യു ഡാഷ് ഇൻറ്റു വി ഓഫ് എക്സ്. യു ഡാഷ് എന്താ? 0 ഇൻറ്റു വി ഓഫ് എക്സ് എന്ന് വെച്ചാൽ 0 ഇൻറ്റു ജി ഓഫ് എക്സ് മൈനസ് യു ഓഫ് എക്സ് എന്താ? 1 ഇൻറ്റു വി ഡാഷ് ഓഫ് എക്സ് എന്താ? വി ഓഫ് എക്സ് ജി ഓഫ് എക്സ്. അപ്പോൾ വി ഡാഷ് ഓഫ് എക്സ് ജി ഡാഷ് ഓഫ് എക്സ് divided by v of x whole square. v of x എന്താ അവിടെ? g of x ആണ്. അപ്പോൾ g of x whole square. So that's equal to 0 into whatever is 0 minus 1 into g dash of x is g dash of x divided by g dash of x whole squared. This was what we wanted to prove. So if a function g is differentiable, then it is its derivative is also differentiable, and 1 by g of x, 1 by g all dash of x is equal to g dash of x by g dash of x. Sorry, ഇത് g of x ഉള്ളൂ, g dash of x ഇല്ല. So g dash of x by g of x whole square whenever g of x is non-zero. ഇവിടെ നമ്മളത് പ്രത്യേകം അസ്യൂം ചെയ്യുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമ്മൾ മുമ്പ് കണ്ടൊരു റൂളിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഒന്ന് വിസിറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ മുമ്പ് പവർ റൂൾ കണ്ടിരുന്നു. പവർ റൂൾ പറഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെ ഇപ്പം ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ ഈക്വൽ ടു എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 എന്ന് പറഞ്ഞിരുന്നു. അവിടെ നമ്മൾ മെൻഷൻ ചെയ്തിരുന്നൊരു കാര്യം, ഇറ്റ് വാസ് ദ പവർ റൂൾ ഫോർ നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ്, റൈറ്റ്? നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് എന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ എന്നെ നമ്മൾ എന്തായിരുന്നു അസ്യൂം ചെയ്തിരുന്നത്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നായിരുന്നു അസ്യൂം ചെയ്തിരുന്നത്. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് പവർ റൂൾ ഫോർ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്. ബേസിക്കലി ഇൻറ്റിജർ പോസിറ്റീവായാലും നെഗറ്റീവായാലും 0 ആയാലും ഈ റൂളിന് മാറ്റമൊന്നും വരുന്നില്ല. വ്യത്യാസം വരുന്നത് അതിൻ്റെ പ്രൂഫിനകത്താണ്. സോ വാട്ട് എവർ, ഇപ്പോൾ നെഗറ്റീവ് ഇൻറ്റിജർ n ആണെങ്കിലും ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്താണ്? n ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 തന്നെയാണ്. അതിനകത്ത് മാറ്റമൊന്നും വരുന്നില്ല. പക്ഷേ പ്രൂഫിനകത്ത് ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്തതുപോലെ ഇവിടെ പ്രൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇഫ് n ഈസ് നെഗറ്റീവ് എക്സ് റേസ് ടു എൻ എന്നുള്ളത് ബേസിക്കലി എന്താ? n നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ n ഈക്വൽ ടു സം മൈനസ് എം ഫോർ സം എം പോസിറ്റീവ് അല്ലേ? എന്നൊരു നെഗറ്റീവ് നമ്പറാണ്. സോ എക്സ് റേസ് ടു എം എന്നുള്ളത് എന്താണ് ശരിക്ക്? എക്സ് റേസ് ടു മൈനസ് എം ആണ് ഫോർ സം പോസിറ്റീവ് എൻ, വിച്ച് ഈസ് 1 ബൈ എക്സ് റേസ് ടു എം.
അപ്പോൾ ഇവിടെ 1/x⁻m വരുന്നതുകൊണ്ട് ഈ എക്സ് നോൺ സീറോ ആണെന്നുള്ളൊരു പ്രശ്നമൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സെപ്പറേറ്റ് പ്രൂഫ് ഇങ്ങനെ കോഷ്യൻ്റ് ആയിട്ട് എഴുതുന്നത്. ഈ നെഗറ്റീവ് പവർ വരുമ്പോൾ അതൊരു കോഷ്യൻ്റായി മാറുന്നുണ്ട്. ഓക്കെ, സോ നമുക്കിവിടെ എന്ത് ചെയ്യാം, അത് എഴുതാം. ഇഫ് n ഈസ് എ നെഗറ്റീവ് ഇൻറ്റിജർ ആൻഡ് ഇഫ് n ഈസ് എ നെഗറ്റീവ് ഇൻറ്റിജർ n ഈസ് ഇൻ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ്. ഇത് ഈ സ്ക്രിപ്റ്റ് Z ഉപയോഗിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സിനെ കാണിക്കാനാണ്. ഓക്കെ, സോ ഇഫ് n ഈസ് എ നെഗറ്റീവ് ഇൻറ്റിജർ ആൻഡ് എക്സ് നോട്ട് ഈക്വൽ ടു 0. എക്സ് 0 ആകുമ്പോൾ ഇതൊരു പ്രശ്നത്തിലേക്കാണ് പോകും. ഇതെന്ത് ചെയ്യില്ല, നമുക്കിതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, ഫോർമുല ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. സോ ഇഫ് എക്സ് ഈസ് നോൺ സീറോ d/dx ഓഫ് എക്സ് റേസ് ടു n ഈക്വൽ ടു നേരത്തെ പറഞ്ഞത് തന്നെ n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, പ്രൂവ് ചെയ്യാം. Given that n is less than 0, then let n equal to minus m for some m greater than 0. പറ്റൂലേ? m ലെസ് ദാൻ 0 പറഞ്ഞാൽ m നെഗറ്റീവ് നമ്പറാണ്, ഏതൊരു നെഗറ്റീവ് നമ്പർ. ആ നമ്പർ നമ്മൾ എന്തെടുത്തു, മൈനസ് m എന്ന് വിളിക്കുന്നു, ഫോർ സം പോസിറ്റീവ് m. അങ്ങനെയാണെങ്കിൽ d/dx ഓഫ് എക്സ് റേസ് ടു n ഈക്വൽ ടു നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ദിസ് വിൽ ബി d/dx ഓഫ് 1/x റേസ് ടു m. ഇവിടെ ഇനി ഞാനൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നു, g ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു m. ഇവിടെ m ഒരു പോസിറ്റീവ് നമ്പർ ആണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരത്തെ വേണമെങ്കിൽ g ഡാഷ് ഓഫ് എക്സ് കാണാൻ എന്ത് ഉപയോഗിക്കാൻ പറ്റും, മുമ്പ് നമ്മൾ ഡിഫൈൻ ചെയ്ത അല്ലെങ്കിൽ മുമ്പ് നമ്മൾ പ്രൂവ് ചെയ്ത പവർ റൂൾ ഫോർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഉപയോഗിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ g ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു m എക്സ് റേസ് ടു m മൈനസ് 1. ഓക്കെ, ഇവിടെ റൂളൊക്കെ ഒന്ന് തന്നെയാണെങ്കിലും നമ്മൾ രണ്ടെണ്ണം സെപ്പറേറ്റ് ചെയ്ത് പറയേണ്ട കാരണം അതിൻ്റെ പ്രൂഫിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ്. പ്രൂവ് ചെയ്യുമ്പോഴേ അത് എന്താകുന്നുള്ളൂ, ഒരു ആക്സെപ്റ്റബിൾ റൂളായി മാറുന്നുള്ളൂ. ഓൾറൈറ്റ്, സോ ഇങ്ങനെ ഇൻഫർമേഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് നൗ d/dx ഓഫ് 1/g ഓഫ് എക്സ് ആയി മാറും, വിച്ച് ഈസ് നത്തിങ് ബട്ട് നേരത്തെ നമ്മൾ കണ്ട 1/g ഓഫ് എക്സ് ഹോൾ ഡാഷ് എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം അല്ലേ, അല്ലെങ്കിൽ 1/g ഹോൾ ഡാഷ് ഓഫ് എക്സ്, അങ്ങനെയാണ് അതിൻ്റെ ഒരു നാച്ചുറൽ നൊട്ടേഷൻ. 1/g ഹോൾ ഡാഷ് ഓഫ് എക്സ്. ഇതിന് നമ്മൾ റെസിപ്രോക്കൽ റൂൾ കണ്ടിട്ടുണ്ടായിരുന്നു. റെസിപ്രോക്കൽ റൂൾ എന്തായിരുന്നു? 1/g ഹോൾ ഡാഷ് ഓഫ് എക്സിൻ്റെ റെസിപ്രോക്കൽ റൂൾ എന്താ? മൈനസ് g ഡാഷ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ g ഓഫ് എക്സ് ഹോൾ സ്ക്വയർ അല്ലേ? അതെന്താ? നമുക്കൊന്ന് എന്ത് ചെയ്യാം, നമുക്ക് കിട്ടിയ വാല്യൂസ് ഒക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. മൈനസ് g ഡാഷ് ഓഫ് എക്സ്, g ഡാഷ് ഓഫ് എക്സ് എന്താ ഇവിടെ? m ഇൻറ്റു എക്സ് റേസ് ടു m മൈനസ് 1. അപ്പോൾ അത് മൈനസ് m ഇൻറ്റു എക്സ് റേസ് ടു m മൈനസ് 1 ഡിവൈഡഡ് ബൈ g ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. g ഓഫ് എക്സ് എന്താ? എക്സ് റേസ് ടു m. അപ്പോൾ എക്സ് റേസ് ടു m ഹോൾ സ്ക്വയർ, ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് m, n ഈക്വൽ ടു മൈനസ് m. നമ്മൾ അങ്ങനെയാണ് m നെ ചൂസ് ചെയ്തത്. മൈനസ് m ഈക്വൽ ടു n ആണ്. സോ ദിസ് ഈസ് n എക്സ് റേസ് ടു m മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു m ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 2m അല്ലേ? ഇവിടെ എക്സ് റേസ് ടു m മൈനസ് 1 ഉണ്ട്, എക്സ് റേസ് ടു 2m ഉണ്ട്. അപ്പോൾ നമുക്ക് എക്സ് റേസ് ടു 2m എന്ത് ചെയ്യാം, മുകളിലോട്ട് കൊണ്ടുപോകാം. എന്ത് കിട്ടും? n എക്സ് റേസ് ടു m മൈനസ് 1 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 2m അല്ലേ? അടിയുള്ളതിനെ മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പവർ എന്താവുന്നു? നെഗറ്റീവ് ആവുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു n എക്സ് റേസ് ടു m മൈനസ് 1 ഇൻ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, പവറിൻ്റെ ചില റൂളുകളില്ലേ, എക്സ്പൊണൻ്റ് റൂളുകൾ. എക്സ്പൊണൻഷ്യൽ റൂളിൽ എ റേസ് ടു m ഇൻറ്റു എ റേസ് ടു n ഈക്വൽ ടു എ റേസ് ടു m പ്ലസ് n എഴുതാൻ പറ്റും. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, പ്ലസ് മൈനസ് 2m ആണ്, വിച്ച് ഈസ് മൈനസ് 2m എന്ന് എഴുതാൻ പറ്റും, വിച്ച് ഈസ് n ഇൻറ്റു എക്സ് റേസ് ടു m മൈനസ് 1 മൈനസ് 2m എന്താ? മൈനസ് m മൈനസ് 1. ഓക്കെ, again മൈനസ് m ഈസ് ഈക്വൽ ടു n എന്നുള്ള ഇൻഫർമേഷൻ ഉപയോഗിക്കാം. സോ വിച്ച് വിൽ ബി
ഇവിടെ എന്താ എവിടെ നമ്മൾ തുടങ്ങിയേ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്നാണ് തുടങ്ങി അവസാനം എടുത്തി എൻ ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് എം മൈനസ് വൺ ആയിരുന്നു ഉണ്ടായിരുന്നത് മൈനസ് എം ഈസ് ഈക്വൽ ടു എൻ എന്നുള്ളത് വീണ്ടും ഉപയോഗിച്ചാൽ എൻ മൈനസ് വൺ ആയിരുന്നു സോ ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിരുന്ന കാര്യം വി റീച്ച് അറ്റ് ദാറ്റ് പോയിന്റ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ക്വസ്റ്റ്യൻസിലെ പ്രോബ്ലംസിലൊക്കെ ഉപയോഗിക്കുമ്പം ഫോർമുലയൊക്കെ സെയിമാണ് റൂളൊക്കെ സെയിമാണ് പക്ഷേ വ്യത്യാസം വരുന്നത് എവിടെയാണ് പ്രൂഫിനകത്താണ് ഓക്കെ പ്രൂഫിനകത്ത് മാത്രമേ വ്യത്യാസമുള്ളൂ ഇപ്പോൾ നമുക്ക് എന്തുണ്ട് പ്രൊഡക്റ്റ് റൂൾ ഫോർ പവർ റൂൾ ഫോർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഉണ്ട് പവർ റൂൾ ഫോർ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ഉണ്ട് ഇനിയിപ്പോൾ സീറോ ആകുമ്പോൾ എന്താ സംഭവിക്കുക വാട്ട് ഈഫ് n ഈക്വൽ ടു സീറോ n ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു n ഈക്വൽ ടു എക്സ് റേസ് ടു സീറോ ഈക്വൽ ടു വൺ അല്ലേ എനി നമ്പർ റേസ് ടു സീറോ ഈസ് വൺ അപ്പോൾ ഇത് ബേസിക്കലി എക്സ് റേസ് ടു n എന്നുള്ളതൊരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനായി മാറും അതിൻ്റെ ഡെറിവേറ്റീവ് എന്തായി പോവും സീറോ ആയി പോവും അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്തുകൂടെ അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു n ഈക്വൽ ടു n എക്സ് റേസ് ടു n മൈനസ് വൺ ആണെങ്കിൽ n സീറോ ആവുന്ന കേസിൽ ഇവിടെ എന്താവും സീറോ ഇൻറ്റു എക്സ് റേസ് ടു സീറോ മൈനസ് വൺ വാട്ട് എവർ ഇൻറ്റു സീറോ ഈസ് സീറോ സോ നമുക്ക് വേണമെങ്കിൽ ഈ ഫോർമുല n ഈക്വൽ ടു സീറോ എന്ന കേസിന് ഉപയോഗിക്കാം പൊതുവെ അതിൻ്റെ ആവശ്യമില്ല ഓക്കെ സോ ഈ മൂന്ന് കേസസ് n പോസിറ്റീവ് ഇൻറ്റിജർ ആകുമ്പോൾ അതേ ഫോർമുല ഉണ്ട് n നെഗറ്റീവ് ഇൻറ്റിജർ ആകുമ്പോഴും ഇതേ ഫോർമുല ഉണ്ട് n സീറോ ആകുമ്പോഴും ഇതേ ഫോർമുല ഉണ്ട് അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും ജനറലി ദിസ് ഈസ് ട്രൂ ഫോർ എനി റാൻഡം ഇൻറ്റിജർ ഓർ എനി ഇൻറ്റിജർ അതുകൊണ്ട് നമുക്ക് ഈ റൂളിനെ ഇൻറ്റിജർ പവർ റൂൾ എന്നും വിളിക്കാറുണ്ട് ഇൻറ്റിജർ പവർ റൂൾ എന്നും വിളിക്കാറുണ്ട് സോ എന്താണ് ഇൻറ്റിജർ പവർ റൂള് ഇൻറ്റിജർ പവർ റൂൾ നേരത്തെ പറഞ്ഞതാണ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു n ഈക്വൽ ടു n എക്സ് റേസ് ടു n മൈനസ് വൺ ഫോർ എനി ഇൻറ്റിജർ ഫോർ എനി റാൻഡം ഇൻറ്റിജർ ഏത് ഇൻറ്റിജർ ആയാലും ഇത് ട്രൂ ആണ് ശ്രദ്ധിക്കണം പ്രൂഫിനകത്ത് പോസിറ്റീവ് ഇൻറ്റിജറിനും നെഗറ്റീവ് ഇൻറ്റിജറിനും രണ്ട് തരത്തിലാണ് പ്രൂഫ് വർക്ക് ചെയ്യുന്നത് പക്ഷേ ഫോർമുല എന്താണ് സെയിം ആണ് ഇനി നമുക്കൊരു ഒരു സാമ്പിൾ പ്രോബ്ലം ചെയ്ത് നോക്കാം ഇറ്റ്സ് എ വെരി വെരി സിമ്പിൾ പ്രോബ്ലം സപ്പോസ് എ ട്രെയിൻ ഹാസ് ദ പൊസിഷൻ ഗിവൺ ബൈ എക്സ് ഈക്വൽ ടു 3t raised to 5 plus 2t square plus 3t minus 2 root t. Find the velocity of the train. Find velocity of the train at t equal to 4. Okay. Suppose equation ഒരു ട്രെയിനിൻ്റെ പൊസിഷനാണ് തരുന്നത് വിചാരിക്കുക അറ്റ് ടൈം ടി തൽക്കാലം നമുക്ക് ടൈം ആയിട്ട് പരിഗണിക്കാം അങ്ങനെയാണെങ്കിൽ ടി ഈക്വൽ ടു 4 seconds മിനിറ്റ്സ് ഓർ അവർ വാട്ട് എവർ ആ ടി ഈക്വൽ ടു 4 എന്ന് പറയുന്ന പോയിന്റിലെ ഈ ട്രെയിനിൻ്റെ വെലോസിറ്റിയാണ് നമ്മൾ കാണേണ്ടത് ഓക്കെ നമ്മൾ ഡെറിവേറ്റീവ്സിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയത് തന്നെ വെലോസിറ്റി വെച്ചിട്ടാണ് വെലോസിറ്റിയും ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഡെറിവേറ്റീവ്സിനെ ഡിഫൈൻ ചെയ്ത് തുടങ്ങിയത് തന്നെ അപ്പോൾ പൊസിഷൻ വെക്ടർ തന്നിട്ട് അല്ലെങ്കിൽ പൊസിഷൻ ഫംഗ്ഷൻ തന്നിട്ട് അതിൽ നിന്ന് വെലോസിറ്റി കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം സിംപിളി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം ആക്സലറേഷൻ കാണാൻ പറഞ്ഞാലോ വെലോസിറ്റി കണ്ടുപിടിച്ചിട്ട് അതിന് ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം ഓക്കെ സോ ഇവിടെ നമുക്ക് എന്തുണ്ട് പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട് എക്സ് ഈക്വൽ ടു ഓർ ദിസ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി അല്ലേ എക്സ് ഓഫ് ടി ഈക്വൽ ടു 3t raised to 5 plus 2t square plus 3t minus 2 root t. ഇനി വെലോസിറ്റി കാണണം v of t is derivative of position vector or d by dt of x of t. ഇവിടെ നമ്മൾ f of x എന്ന് പറയുന്ന പോലെയാണ് x of t ഉള്ളത് കേട്ടോ എക്സിന് പകരം നമ്മളിവിടെ വേരിയബിളായിട്ട് ടീന് ഉപയോഗിക്കുന്നു ടൈം എന്നുള്ളൊരു പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് ടീന് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഈ മൊത്തം എക്സ്പ്രഷനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ടേംസ് ഇല്ലേ നമ്മൾ നേരത്തെ സം റൂൾ പഠിച്ചില്ലേ ഓരോ ടേമിനെയും സെപ്പറേറ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് എഴുതിയാൽ മതി ഓക്കെ അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഓഫ് ടി ക്യാൻ ബി ഫൗണ്ട് as d by dt of 3t raised to 5 plus d by dt of 2t square plus d by dt of 3t minus d by dt of 2 root t. Okay. എന്ത് ചെയ്യാം എന്താ d by dt of 3t raised to 5 നമുക്ക് കോൺസ്റ്റന്റ് റൂൾ ഉണ്ടായിരുന്നു കോൺസ്റ്റന്റിനെ വേണമെങ്കിൽ പുറത്തെടുത്ത് വെക്കാം അല്ലേ അപ്പോൾ 3 × t raised to 5ൻ്റെ ഡെറിവേറ്റീവ് എന്താ
നമ്മൾ നേരത്തെ കണ്ട ഇൻറ്റിജർ പവർ റൂൾ ഉപയോഗിക്കാം. 5 ഇൻറ്റു ടി റേസ് ടു 5 മൈനസ് 1 ഓർ 5 ഇൻറ്റു ടി റേസ് ടു 4. അപ്പോൾ നേരത്തെ എടുത്ത് വെച്ചൊരു 3 കൂടെ ഉണ്ടല്ലോ. അപ്പോൾ 3 ഇൻറ്റു 5 ഇൻറ്റു ടി റേസ് ടു 4 വരും, വിച്ച് ഈസ് 15 ഇൻറ്റു ടി റേസ് ടു 4. 15 ടി റേസ് ടു 4. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരു പ്രാവശ്യം കൂടെ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതിയിട്ടൊന്ന് ക്ലാരിഫൈ ചെയ്യാം. പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് 2t സ്ക്വയർ. 2t സ്ക്വയറിൻ്റെ എന്താ ഇതുപോലെ തന്നെ കണ്ടു കഴിഞ്ഞാൽ 2 ഇൻറ്റു ടി റേസ് ടു 1 വരും, വെച്ചാൽ 4t. ഇത് ഒരു പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സ്റ്റെപ്പ് കൂടെ എഴുതി ഒന്ന് ചെയ്ത് നോക്കണം. ഡി ബൈ ഡി ടി ഓഫ് 3t എന്താ? 3 അല്ലേ? മൈനസ് ഡി ബൈ ഡി ടി ഓഫ് 2 റൂട്ട് ടി. ഇത് വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഡി ബൈ ഡി ടി ഓഫ് റൂട്ട് ടി ഈക്വൽ ടു 1/2 റൂട്ട് ടി. 1/2 റൂട്ട് ടി. ഓക്കെ, ഇത് പലപ്പോഴും നമുക്ക് ആവശ്യം വരുന്നൊരു കോമൺ ഫോർമുലയാണ്. ഇതൊന്ന് ഓർത്ത് വെച്ചോളൂ, നല്ലതാണ്. സോ മൈനസ് ഡി ബൈ ഡി ടി ഓഫ് 2 റൂട്ട് ടി. അപ്പം 2 ഇൻറ്റു 1/2 റൂട്ട് ടി. അപ്പം മുകളിലെ 2ഉം ഈ താഴെയുള്ള 2ഉം കൂടെ എന്താവും, ക്യാൻസൽ ഔട്ട് ചെയ്ത് പോവും. ബാക്കി എന്താ ഉണ്ടാവുക, 1/2 റൂട്ട് ടി ഉണ്ടാവും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 15 ടി റേസ് ടു 4 പ്ലസ് 4t പ്ലസ് 3 മൈനസ് 1/2 റൂട്ട് ടി. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതാണ്. അപ്പം വെലോസിറ്റി, ഇതാണ് വെലോസിറ്റി ഫംഗ്ഷൻ. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വെലോസിറ്റി അറ്റ് ടി ഈക്വൽ ടു 4 കാണാനാണ്. സോ കാണേണ്ടത് വെലോസിറ്റി അറ്റ് ടി ഈക്വൽ ടു 4 ആണ്. ഇങ്ങനെ എഴുതാറുണ്ട്, വെലോസിറ്റി വാല്യൂറ്റ് അറ്റ് ടി ഈക്വൽ ടു 4 എന്നുള്ളത്. അല്ലെങ്കിൽ വെറുതെ സിമ്പിൾ എന്ത് എഴുതാൻ പറ്റും, നമുക്ക് v(4) എന്ന് എഴുതിയാലും മതി. ഓക്കെ, ഇത് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം, ഈ v(t)യുടെ ഫോർമുലയിൽ ടിക്ക് പകരം 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ നമുക്ക് എന്ത് കിട്ടും, 15 ഇൻറ്റു 4 റേസ് ടു 4 പ്ലസ് 4 ഇൻറ്റു 4 പ്ലസ് 3 മൈനസ് 1/√4. ഓക്കെ, ഈക്വൽ ടു, നിങ്ങൾക്ക് വേണമെങ്കിൽ സോൾവ് ചെയ്ത് നോക്കാം. 3840 പ്ലസ് ഇവിടെ സോൾവ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ നേരിട്ട് എഴുതുന്നു. നിങ്ങൾക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം. 4⁴ ഇൻറ്റു 15 ചെയ്താൽ മതി. പ്ലസ് 3 മൈനസ് 1/2. ഇവിടെ നമ്മൾ ഈ √(-4) എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുള്ളത് എന്താ വെച്ചാൽ, -2ഉം +2ഉം ഇതിവിടെ പോസിബിൾ ആൻസേഴ്സാണ്. √(4) തന്നെയാണ് -2ഉം +2ഉം. പക്ഷേ നമ്മളിവിടെ പോസിറ്റീവ് മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. ഇൻ ജനറൽ കേസ് നമ്മൾ സാറിന് എന്ത് മാത്രമേ പരിഗണിക്കാറുള്ളൂ, പോസിറ്റീവിനെ മാത്രമേ പരിഗണിക്കാറുള്ളൂ. സോ ഫോർ നൗ തൽക്കാലത്തേക്ക് പോസിറ്റീവിനെ മാത്രം പരിഗണിച്ചാൽ മതി. -1/2 വിച്ച് ഈസ് 3858.5. ഓക്കെ, ഇവിടെ ഞാൻ യൂണിറ്റ് എഴുതുന്നില്ല. സാധാരണഗതിയിൽ വെലോസിറ്റിക്ക് യൂണിറ്റ് എഴുതണം. പക്ഷേ ഇവിടെ യൂണിറ്റ് എഴുതാത്തതിൻ്റെ കാരണം ഈ എക്സിൻ്റെ, അതായത് പൊസിഷനും ടൈമും ഒന്നും ഏത് യൂണിറ്റിലാണെന്ന് തന്നിട്ടില്ല. ഈ പൊസിഷൻ മീറ്ററിലും ടൈം സെക്കൻഡിലുമാണെങ്കിൽ നമുക്ക് വെലോസിറ്റിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് എഴുതായിരുന്നു. പൊസിഷൻ കിലോമീറ്ററിലും ടൈം അവറിലും ആണെങ്കിൽ കിലോമീറ്റർ പെർ അവർ എഴുതായിരുന്നു. അല്ലെങ്കിൽ ഫീറ്റ് പെർ സെക്കൻഡോ എന്താ തന്നിട്ടില്ല വെച്ചാൽ അത് എഴുതായിരുന്നു. ഇവിടെ അങ്ങനെ യാതൊന്നും തന്നിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, യൂണിറ്റ് എഴുതാണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. സോ ദ വെലോസിറ്റി ഈസ് 3858.5 or 3858.5. സോ ദിസ് ഇസ് എ പോസിബിലിറ്റി ഓഫ് വെരി വെരി ഈസി ക്വസ്റ്റ്യൻ. കാര്യമായിട്ട് ഈ ഒരു സെക്ഷനിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെ വരുള്ളൂ. ബേസിക്കലി നമ്മൾ ഈ കണ്ട റൂൾസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ ചിലപ്പോൾ ഈ റൂളുകളുടെയൊക്കെ ചില പ്രൂഫുകളൊക്കെ ചോദിച്ചേക്കാം. സോ അതൊക്കെ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക. ആൻഡ് ദർ ആർ എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് അവൈലബിൾ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. അത് നന്നായിട്ട് റെഫർ ചെയ്ത് എല്ലാ പ്രോബ്ലംസൊക്കെ വർക്കൗട്ട് ചെയ്യുക. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ക്ലാസ് റൂമിൽ സോൾവ് ചെയ്യാവുന്നതാണ്.